മുസ്തഫ, ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എവിടെയും ആരുടെ മുമ്പിലും ഞാൻ നേരെ ചൊവ്വേ വാ എന്ന് പറയുന്നയാളാണ്. എനിക്ക് അതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല. നിങ്ങളിങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത്, അതായത് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. വളച്ചു കെട്ടി ഒരു വിഷയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് CPM ആണ്. നികേഷ് കുമാർ, ഇപ്പൊ നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ ജാഥ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞത് UDF ഗതി പിടിക്കരുത് എന്ന് ഞങ്ങൾ LDF ആഗ്രഹിക്കുന്നു എന്ന്. സജി മഞ്ഞക്കടമ്പൻ ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. ഞാനിപ്പോ എനിക്ക് തോന്നിയാൽ RSSലേക്ക് പോകും. ഞാനാണ് കണ്ണൂരിൽ RSSന് സംരക്ഷണം കൊടുത്തത്, CPMകാർ അത് തടഞ്ഞപ്പോൾ എന്ന് പറയുന്ന ആ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ മാനസികാവസ്ഥ എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ അവിടുത്തെ MP ആന്റണിയാണ്. യോഗാധ്യക്ഷൻ അദ്ദേഹമാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് കേട്ടോ നികേഷ് കുമാറെ? സജി മഞ്ഞക്കടമ്പ കേട്ടിട്ടുണ്ടാവില്ല, താങ്കളെയും കേട്ടാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ആന്റണിയെ പോലെ പരിണതപ്രജ്ഞനായ ദീർഘകാലമായി കോൺഗ്രസിലുള്ള ഒരു MP-ക്ക് അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ ടങ് സ്ലിപ്പ് വരുന്നത് യാദൃശ്ചികമാണോ? എന്തുകൊണ്ടത് സുരേന്ദ്രൻ എന്ന പേര് തന്നെ ആവുന്നു? എന്റെ വേറെ പേരായില്ല? K സുലൈമാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ K സെബാസ്റ്റ്യനോ ഒന്നും ആയില്ല. അതെന്തുകൊണ്ട് K സുരേന്ദ്രൻ എന്ന് തന്നെയായി? സദസ്സിൽ നിന്ന് കൂവൽ ഉയർന്നപ്പോഴാണ് അധ്യക്ഷന് താൻ പറഞ്ഞതിൽ പശക് പറ്റി എന്ന് മനസ്സിലായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് അവസ്ഥ. കോൺഗ്രസിന്റെ മാനസികാവസ്ഥ ഇതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയിലുടനീളം RSSന്റെ ഫാഷിസത്തിന്റെ ഈ തേരോട്ടം നടക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ മാനസികാവസ്ഥ എങ്ങനെ എത്തുന്നു എന്ന് താങ്കൾ കാണൂ. Debate with MV Nikesh Kumar.